നമസ്കാരം, ഞാൻ അനഘ സുരേഷ്. സ്കൂൾ തല വാർത്തയിലേക്ക് സ്വാഗതം. വിജ്ഞാനത്തിന്റെയും നൂതനാശയ നിർമ്മിതിയുടെയും സാങ്കേതിക വിദ്യയുടെയും പ്രയോജനം എല്ലാവർക്കും പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളുകളിൽ സ്വതന്ത്ര വിജ്ഞാനോത്സവം അഥവാ ഫ്രീഡം ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഈ വർഷത്തെ ഫ്രീഡം ഫെസ്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സെപ്റ്റംബർ 22 നടന്നു. ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ HM ഷാജി സാറിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അസംബ്ലി സംഘടിപ്പിച്ചു. എന്താണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്നും അതിന്റെ പ്രത്യേകതകളെക്കുറിച്ചും കുട്ടികളെ ബോധവാന്മാരായി. ഫ്രീ സോഫ്റ്റ്വെയർ ബന്ധപ്പെട്ട പ്രത്യേക പ്രതിജ്ഞയും കുട്ടികൾ ഏറ്റുചൊല്ലി. ഫ്രീഡം ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് ലിറ്റിൽ ഗൈസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റ് HS അവനോഞ്ചേരി സ്കൂളിൽ റോബോട്ടിക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. പ്രഥമ അധ്യാപകൻ ഷാജികുമാർ സാർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ അസിസ്റ്റന്റ് സാബു സാർ, SITC വീണ ടീച്ചർ, കൈറ്റ് മെന്റേഴ്സ്മാരായ പ്രദീപ് ചന്ദ്രൻ സാർ, സരിത ടീച്ചർ എന്നിവർ പങ്കെടുത്തു. വിശദമായ റിപ്പോർട്ടിലേക്ക്. അനഘ, റോബോട്ടിക് ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് വിവിധ ഇനങ്ങൾ ഫെസ്റ്റിൽ സംഘടിപ്പിച്ചിരുന്നു. അതിലൊന്നാണ് ഗ്യാസ് ഡിറ്റക്ഷൻ സിസ്റ്റം. ഗ്യാസ് ഡിറ്റക്ഷൻ സിസ്റ്റം എന്നത് അപകടകരമായ വാതക ചോർച്ചകൾ സെൻസറുകളുടെ സഹായത്താൽ തിരിച്ചറിയുകയും അപകടങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. വീടുകൾ, കെട്ടിടങ്ങൾ, വ്യാവസായിക മേഖലകൾ തുടങ്ങിയിടത്തെല്ലാം ഇത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഓട്ടോമാറ്റിക് LPG ഗ്യാസ് ഡിറ്റക്ടിംഗ് സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ LPG ഗ്യാസ് ലീക്കേജായി പലവിധ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിനെ പ്രതിരോധിക്കാനായിട്ടാണ് നമ്മൾ ഈ സംഭവം ചെയ്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അർഡിനോ ബോർഡ്, MQ2 ഗ്യാസ് സെൻസർ, ഒരു ബസർ, പിന്നെ ഒരു LED ലൈറ്റുമാണ് നമ്മളിതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ വർക്കിംഗ് ആണ്. ഇപ്പോൾ നമ്മളിതിൽ LPG ഗ്യാസ് ലീക്കേജായിട്ട് നൽകുമ്പോഴത്തേക്കും ഈ MQ2 ഗ്യാസ് സെൻസർ അത് സെൻസ് ചെയ്ത് അർഡിനോ ബോർഡിലേക്ക് ഒരു മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ കോഡ് ചെയ്തനുസരിച്ചിട്ടാണ് ഈ ബസറും ലൈറ്റും വർക്ക് ചെയ്യുന്നത്. മറ്റൊന്നാണ് ഓട്ടോമാറ്റിക് വാട്ടർ ടാപ്പ് സിസ്റ്റം. ഇൻഫ്രാറെഡ് സെൻസറുകളും റിലേകളും ഉപയോഗിച്ച് വെള്ളത്തിന്റെ ഒഴുക്കിനെ സ്വയം നിയന്ത്രിക്കുന്ന ഒരു സിസ്റ്റമാണ് ഓട്ടോമാറ്റിക് വാട്ടർ ടാപ്പ് സിസ്റ്റം. ഇത് വെള്ളം പാഴാകുന്നത് വലിയ തോതിൽ കുറയ്ക്കുകയും പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇത് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് സ്മാർട്ട് വാട്ടർ ഡിസ്പെൻസർ ആണ്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ കയ്യോ ഗ്ലാസ്സോ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടുന്ന് വെള്ളം വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്കാവുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു IR സെൻസർ ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരുമ്പോൾ ഈ IR സെൻസർ ഈ ഒരു അർഡിനോ ബോർഡിലേക്ക് ഒരു മെസ്സേജ് നൽകി. അപ്പോൾ ഞാൻ ഈ ഒരു അർഡിനോ ബോർഡിൽ ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. ആ കോഡ് അനുസരിച്ച് കോഡ് എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടുവാണെങ്കിൽ അതനുസരിച്ച് ഈ സെർവർ മോട്ടർ 90 ഡിഗ്രി മുകളിലേക്ക് തുറക്കുന്നു. അപ്പം അതനുസരിച്ച് ടാപ്പ് തുറക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് വെക്കുമ്പോഴത്തേക്ക് ടാപ്പ് തുറന്ന് അതിൽ നിന്ന് വെള്ളം വരും. ഫെസ്റ്റിലെ മറ്റൊരു ഇനം ട്രാഫിക് സിഗ്നൽ. ട്രാഫിക് നിയന്ത്രിക്കുന്നതിനായി അർഡിനോ യൂനോ മൈക്രോ കൺട്രോളുകൾ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ലളിതമായ പ്രൊജക്റ്റാണിത്. നിശ്ചിത സമയക്രമത്തിനനുസരിച്ച് ട്രാഫിക് ലൈറ്റുകൾ സ്വയം മാറുന്ന രീതിയിലാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നത്. ഇങ്ങനെ ട്രാഫിക് ലൈറ്റുകൾ മാറ്റിക്കൊണ്ട് വാഹനങ്ങളുടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാൻ കഴിയുന്നു. മിനിയേച്ചർ ഫോം ഓഫ് ഓട്ടോമാറ്റിക് ട്രാഫിക് ലൈറ്റാണ്. ഇത് ചുമപ്പും മഞ്ഞയും ഇത് പച്ചയാണ്. ചുമപ്പ് 5 സെക്കൻഡും മഞ്ഞ 2 സെക്കൻഡും പച്ച 5 സെക്കൻഡും ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഈ അർഡിനോയിൽ കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിക്ടോ ബ്ലോക്സ് എന്ന് പറയുന്ന ആപ്പിൽ. അതിൽ പിക്ടോ ബ്ലോക്സ് എന്ന് പറയുന്ന ആപ്പിൽ 5 സെക്കൻഡും 2 സെക്കൻഡ് 5 സെക്കൻഡുമായിട്ട് കോഡ് ചെയ്യാനും പറ്റും. മറ്റൊന്ന് റെയിൻ ഡിറ്റക്ടർ. മഴ വീണത് സ്വയം കണ്ടെത്തുവാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയുന്ന മറ്റൊരു ഇലക്ട്രോണിക് സംവിധാനമാണിത്. ഇതൊരു റെയിൻ ഡിറ്റക്ടർ ആണ്. അർഡിനോയും സെൻസറും മോട്ടറും ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത്. സെൻസറിൽ വെള്ളം തട്ടുമ്പോൾ അർഡിനോയിലേക്ക് മെസ്സേജ് പോവുകയും അർഡിനോ അതിനെ മോട്ടറിലേക്ക് മെസ്സേജ് കണക്ട് ചെയ്ത് മോട്ടർ 90 ഡിഗ്രി ചലിപ്പിച്ച് തുണിയെ സംരക്ഷിക്കുക. ഫെസ്റ്റിലെ മറ്റൊരു ഇനമായ ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ്. ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് എന്നാൽ ചുറ്റുമുള്ള വെളിച്ചം അനുസരിച്ച് ഓൺ ആവുകയും ഓഫ് ആവുകയും ചെയ്യുന്ന തെരുവ് വിളക്കുകളാണ്. ഇവ LDR പോലുള്ള സെൻസറുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. പകൽ വെളിച്ചം കൂടുമ്പോൾ ഓഫ് ആവുകയും ഇരുട്ട് കൂടുമ്പോൾ ഓൺ ആകുന്നതിലൂടെ വൈദ്യുതി ലാഭിക്കും. ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് ഇത് വർക്ക് ചെയ്യുന്നത് ആർഡിനോ ബോർഡ്, LDR സെൻസർ എന്ന് പറഞ്ഞ മെയിനായിട്ടുള്ള 2 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. മോർണിംഗ് ടൈമിലുള്ള ലൈറ്റ് സമയത്ത് ഇത് കത്തത്തില്ല. നൈറ്റ് ടൈമിൽ ഇത് കത്തുന്നുണ്ട്.
ഉണ്ട്. ഇത് എനർജി സേവിംഗ് ആണ്. മറ്റൊന്ന് ഓട്ടോമാറ്റിക് ടോൾ ഗേറ്റ്. ടോൾ പ്ലാസകളിലെ തിരക്ക് കുറയ്ക്കാനും പണമിടപാടുകൾ ഒഴിവാക്കി യാത്ര സുഗമാക്കുന്നതിനും സഹായിക്കുന്ന ഒരു ആധുനിക സംവിധാനമാണ് ഓട്ടോമാറ്റിക് ടോൾ ഗേറ്റ്. വാഹനങ്ങൾ ടോൾ പ്ലാസയിലേക്ക് വരുന്നത് തിരിച്ചറിയാൻ സാധിക്കുക, വാഹനങ്ങളുടെ വിവരങ്ങൾ പരിശോധിച്ച് തനിയെ തുറക്കാനും അടയ്ക്കാനും സഹായിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ഓട്ടോമാറ്റിക് ടോൾ ഗേറ്റ്. IR സെൻസർ ഉപയോഗിച്ചിട്ടാണ് ഓട്ടോമാറ്റിക് ടോൾ ഗേറ്റ് നിർമ്മിച്ചേക്കുന്നത്. ഇതാണ് IR സെൻസർ, സെൻസർ മോട്ടർ, ആർഡിനോ മോഡൽ. ഫസ്റ്റ് ഒരു ഒബ്ജക്റ്റ് സെൻസറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. മറ്റൊന്ന് സ്മാർട്ട് ലൈറ്റ്. ആർഡിനോ മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് വസ്തുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് സ്വയം പ്രകാശിക്കുന്ന ലൈറ്റ് നിർമ്മിക്കാൻ സാധിക്കുന്നു. ആർഡിനോ ബോർഡിൽ പ്രോഗ്രാം ചെയ്ത കോഡ് അനുസരിച്ച് സെൻസറിൽ നിന്ന് ഹൈ സിഗ്നലുകൾ വരുമ്പോൾ LED പ്രകാശിക്കുകയും സെൻസറിൽ നിന്ന് ലോ സിഗ്നൽ വരുമ്പോൾ LED അണയുകയോ മങ്ങുകയോ ചെയ്യുന്നു. ഇത് സ്മാർട്ട് ലൈറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് IR സെൻസറാണ്, ഇൻഫ്രാറെഡ് സെൻസറാണ്. ഇതിൽ നിന്ന് ഡിറ്റക്റ്റ് ആർഡിനോ ബോർഡിലേക്ക് കൊടുക്കും, അതുവഴി ലൈറ്റ് കത്തും. ഒരു ഒബ്ജക്റ്റ് പോയി കഴിഞ്ഞ ശേഷം കുറച്ച് കഴിയുമ്പോൾ തന്നെ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതുകൊണ്ട് നമുക്ക് എനർജി സേവ് ചെയ്യാനായിട്ട് പറ്റും. ഫെസ്റ്റിലെ മറ്റൊരു ഇനം സ്മാർട്ട് ബ്ലൈൻഡ് സ്റ്റിക്ക്. കാഴ്ച വൈകല്യമുള്ളവർക്ക് സുരക്ഷിതമായി സഞ്ചരിക്കാൻ സഹായിക്കുന്ന ഒരു നൂതന ഉപകരണമാണ് ആർഡിനോ ഉപയോഗിച്ചുള്ള സ്മാർട്ട് ബ്ലൈൻഡ് സ്റ്റിക്ക്. വഴിയിലെ തടസ്സങ്ങൾ കണ്ടെത്താനായി അൾട്രാസോണിക് സെൻസറുകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇതാണ് ബ്ലൈൻഡ് സ്റ്റിക്ക്. ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വളരെ ഉപയോഗപ്പെട്ട സാധനമാണ്. സാധാ സ്റ്റിക്ക് നടക്കുമ്പോൾ തട്ടി വീഴാൻ നടക്കും, പക്ഷേ ഇതിന് IR സെൻസർ വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് സ്മാർട്ട് ഡസ്റ്റ്ബിൻ. ഡസ്റ്റ്ബിൻ സ്പർശിക്കാതെ തന്നെ മാലിന്യം നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു ലളിതമായ പ്രോജക്റ്റാണ് സ്മാർട്ട് ഡസ്റ്റ്ബിൻ. എന്ന് പറഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു വേസ്റ്റ് ബിന്നാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റിനകത്ത് ഇടുമ്പോൾ തനിയെ ഇത് തുറക്കുകയും അടയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് വർക്കാവുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ ഒരു IR സെൻസർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ IR സെൻസർ എന്തെങ്കിലും ഒരു കയ്യോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഡിറ്റക്ട് ചെയ്ത് ഇവിടെ ബാക്കിലുള്ള ആർഡിനോ ബോർഡിലേക്ക് അതിൻ്റെ മെസ്സേജ് അയക്കുന്നു. അപ്പോൾ ബാക്കിൽ കൊടുത്ത കോഡ് പ്രകാരം ഇവിടെ എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടുകയാണെങ്കിൽ ഇവിടെയുള്ള സർവോ മോട്ടർ കറങ്ങുകയും ഈ ലിഡ് തുറക്കുകയും ചെയ്യുന്നു. എന്തായാലും നമ്മുടെ കൂട്ടുകാർ റോബോട്ടിക്സിലൂടെയും AI-യിലൂടെയും വിവിധ മേഖലകളിൽ അവരുടെ കഴിവുകൾ തെളിയിച്ചു. ലിറ്റിൽ കൈറ്റ്സിനും വിദ്യാഭ്യാസ വകുപ്പിലും ഇതിൽ അഭിമാനിക്കാം. മറ്റൊരു വാർത്തയുമായി അടുത്ത ആഴ്ച കാണാം. ഗുഡ് ബൈ.